അങ്ങനെ ഒരു ഗുമ്മൻ ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു പാറ്റൻ്റാകാൻ തോന്നുമെങ്കിൽ പോലും ഒരു കിടിലൻ ഐറ്റമാണ് ഈ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു വലിയ യാത്രയിലായിരുന്നു. യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ വാഹനത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കുളമാണ്. അതായത് പിള്ളേരും ഒക്കെ ആയിട്ടുള്ള യാത്രയിൽ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു വാക്യൂം ക്ലീനറാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഒരു പോർട്ടബിൾ കോഡ്ലെസ് ടൈപ്പ് വാക്യൂം ക്ലീനറാണ് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് അഗാരോ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റാണ്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി, MJ എക്സ്പ്ലോർ എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെന്നാൽ പെട്ടെന്ന് ഇവനെ ഒന്ന് അൺബോക്സ് ചെയ്തല്ലോ. വാ, യെസ്, അങ്ങനെ നമുക്ക് ഇവനെ പെട്ടെന്ന് അൺബോക്സ് ചെയ്താലോ. അതെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഒരു ഫ്ലെക്സിബിൾ ഹോസ് കണക്റ്റേഴ്സ്, നമ്മുടെ മെയിൻ യൂണിറ്റ്, ഒരു ക്യാരി ബാഗ്, യൂസർ മാനുവലും കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടുന്ന ഈ ഒരു പ്രോഡക്റ്റാണ്. അടുത്ത് വരുന്നത് ഇവനാണ്. ഒരു എക്സ്റ്റൻഷനുള്ള നോസിൽ, ബ്ലോവറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നോസിൽ, ഇട പോർഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്, ഒരു A to C ടൈപ്പ് ചാർജിങ് കേബിൾ. ഇതാണ് നമ്മുടെ യൂണിറ്റ്. ഏതായാലും ഇത് ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ പവർ ബട്ടൺ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡിസ്പ്ലേ വരുന്ന വാക്യൂം ക്ലീനറാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ വാക്യൂം ക്ലീനർ എന്തിനാണ് ഡിസ്പ്ലേ കാണിച്ചു തരാം. ഞാൻ പവർ ഓൺ ചെയ്യുകയാണ്. പ്രസ് ചെയ്ത് പിടിച്ചാൽ ഓൺ, ഈക്കോ മോഡ്, ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മാക്സിമം, ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഓഫാണ്. 2 മോഡ്സാണ് ഇതിനകത്ത് വരുന്നത്. ഒരു ഈക്കോ മോഡും വരുന്നുണ്ട്, ഒരു മാക്സിമം മോഡും വരുന്നുണ്ട്. അത് വർക്കിംഗ് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഒരു യൂണിറ്റ് വരുന്നത്. ഇതിലെ സക്ക് ചെയ്ത് ഇതിലെ പുറത്തോട്ട് പുഷ് ചെയ്ത് കളയാം. ഇതിൻ്റെ ചാർജിങ് ഇവിടെയാണ് നടക്കുന്നത്. C ടൈപ്പാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ വരുന്നത്. അതുപോലെ തന്നെ പവർ ഇൻഡിക്കേഷൻ ഇവിടെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 7.4 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് 506 ഗ്രാം മാത്രം നമുക്ക് വെയിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സക്ഷൻ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് 11 കിലോ പാസ്കൽ തൊട്ട് 16 കിലോ പാസ്കൽ വരെയാണ് ഇതിൻ്റെ സക്ഷൻ പവർ വരുന്നത്. നല്ല സക്ഷൻ പവറാണ്. അതായത് അത്യാവശ്യം നല്ല രീതിക്കുള്ള വാക്യൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വാക്യൂം മാത്രമല്ല, നമുക്കിതൊരു ബ്ലോവറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഈ ഒരു യൂണിറ്റ് നമ്മളിവിടെ ബാക്കിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബ്ലോവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ AC വെൻറ്റിൻ്റെ ഈ പോർഷന്, ഈ സൈഡൊക്കെ ഈ പൊടിയായിട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇപ്പം എനിക്കിവിടെയൊക്കെ ഒന്ന് വാക്യൂം ചെയ്ത് കണ്ടോ, ഇതിൻ്റെയൊക്കെ പൊടി പോകുന്നത് നോക്കിക്കോണം. കണ്ടോ, ഇവിടെ എല്ലാം നോക്കി ഈ പൊടിയെല്ലാം ഇങ്ങനെ ഒന്ന് ബ്ലോ ചെയ്ത് കളയാൻ സാധിക്കും. ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് കൂടെ വരുന്നുണ്ട്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം. അല്ല, ഒരു ചെറിയ ലൈറ്റ് കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. ചാർജിൻ്റെ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാക്സിമം യൂസ് ചെയ്യണം, ഇത്രയും കൊണ്ട് ചാർജ് തീരും. അതുപോലെ തന്നെ ഓട്ടോ കട്ട് ഓഫ് ഇതിന് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഏതെങ്കിലും രീതിക്ക് നമുക്കിത് ഓവറായിട്ട് ഹീറ്റ് ആവുമല്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മോട്ടോഴ്സിനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു രീതിക്കുള്ള കംപ്ലയിൻസും വരുന്നതായിരിക്കും. ഇതിനകത്ത് വരുന്ന ഫിൽറ്റേഴ്സ് ആയിരിക്കണമെങ്കിൽ ഇതിങ്ങനെ ബാക്കിലോട്ട് ഊരിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിൽറ്റർ ഊരാൻ സാധിക്കും. ഇതൊരു സ്റ്റീൽ ടൈപ്പ് വരുന്ന ഫിൽറ്ററാണ് വരുന്നത്. വൺസ് ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. വാട്ടറിൽ വാഷ് ചെയ്യാൻ പറ്റും. വാട്ടറിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഉറപ്പായിട്ടും ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു യൂണിറ്റിൽ ഇൻസേർട്ട് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഡസ്റ്റ് ഇതിനകത്ത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്ത് ഡസ്റ്റിനെ കളയാൻ സാധിക്കും. അതായത് എപ്പോഴെപ്പോഴും ഇങ്ങനെ തുറന്ന് കഷ്ടപ്പെട്ട് ഫിൽറ്റർ ഊരേണ്ട ആവശ്യം വരുന്നില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം പലതിലും ഞാൻ കണ്ടിട്ടുള്ള ഫിൽറ്റേഴ്സ് അഴിക്കേണ്ടി വരും. ഇത് ഇങ്ങനെ ഡസ്റ്റ് കുടഞ്ഞതിന് ശേഷം തിരിച്ച് അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് പിന്നെ ഒന്ന് യൂസ് ചെയ്തും കൂടെ നോക്കിയാലോ. എക്സ്റ്റൻഷൻ ഹോസ് നമുക്കിതിൽ ഓരോ അറ്റാച്ച്മെൻറ്റ്സ് കൊടുക്കാൻ സാധിക്കും. നമുക്ക് മാറ്റും കാര്യങ്ങളൊക്കെ, അതായത് ഒരു കാർപ്പറ്റിലൊക്കെ വലിക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ യൂസ് ചെയ്ത് വലിക്കാൻ സാധിക്കും. ഇനി നോസിൽ നമ്മൾ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് ചെറിയ എഡ്ജ് കോർണർ പോർഷൻസിലൊക്കെ ഇത് യൂസ് ചെയ്യാം. ആ കോർണർ പോർഷൻസിൽ നമുക്ക് ബ്രഷ് വേണമെന്നുണ്ടെങ്കിൽ ഇവനെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാർപ്പറ്റിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ സൈഡിലത്തെ ഈ ഗ്യാപ്പുകൾ കാരണം ഇതിലെ എയർ വലിച്ച് അതിലെ പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വലിച്ച് എടുക്കാൻ സാധിക്കും. ഈ ഒരു ഡസ്റ്റ് കപ്പിനകത്ത് 300 ml വരെ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിന് 90 വാട്ട്സ് ആണ് വരുന്നത്. 90 വാട്ട്സിൻ്റെ പ്രോഡക്റ്റാണ്. അതുകൊണ്ട് അത്രയും നല്ലൊരു സക്ഷൻ പവറും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. കോപ്പർ വൈൻഡിങ് ആണ് ഇതിൻ്റെ മോട്ടറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോർട്ടബിൾ ചാർജർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചാർജ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇനി എൻ്റെ ഡ്രൈവർ സൈഡിലെ കണ്ടീഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പം ഞാൻ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാണ്, ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഈക്കോ എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ദേ ഇവിടെ ഈക്കോ മോഡിൽ വലിക്കുകയാണ്. ഇവിടെ നമുക്ക് വന്ന് കയറുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം.
കേട്ടോ, വന്ന് കയറുന്നത് കാണാം. ഇനി ഈ ബട്ടൺ തന്നെ ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണ്. അപ്പം മാക്സ് എന്ന് എഴുതിയിട്ടുണ്ട്, ഫുൾ മാക്സിമം. അപ്പോൾ ഇവിടെ നോക്കിക്കോണം, കണ്ടോ, നല്ല പക്കയായിട്ടാകുന്നുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഓഫാവും. ദേ ഇപ്പം ഈ കളക്ട് ചെയ്തിരിക്കുന്ന വേസ്റ്റിനെ കളയാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരെ ഇങ്ങനെ താഴോട്ടിടാം. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു അവസ്ഥയാണ് ഇവർ ഇതിൻ്റെ പുറത്തൂടെ ചവിട്ടി നടക്കുക, ചെരുപ്പിലൊക്കെ ചവിട്ടി കയറുകയൊക്കെ ചെയ്യുന്നത്. അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ ദേ ഓണാക്കി ഇക്കോ മോഡാണ്, ഇങ്ങനെ വലിക്കാം. പക്ഷേ ഇവിടെയാണ് നിങ്ങൾക്കൊരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കി തരുന്നത്. ഈ ഒരു ഇട പോർഷൻ, ഈ സൈഡിലത്തെ പോർഷനിലെ പൊടിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്കുള്ള പോർഷൻസ് എല്ലാം നല്ല വൃത്തിയാവും. അന്നേരം ഒരു കാര്യം കൂടി ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതും കൂടെ ഞാൻ അങ്ങോട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഇവനും കൂടെ വന്നുള്ള ഗുണം ഞാനിപ്പോൾ കാണിച്ചു തരാം, നോക്കിക്കോണം. കണ്ടോ, അപ്പം നല്ല നീറ്റായിട്ട് ഇതിനകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങ് വലിച്ചെടുത്ത് നല്ല വൃത്തിയാക്കിക്കോളും. അതാണ് ഈ ഒരു ചെറിയ നോസിൽ കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് കോർണർ പോർഷൻസിലൊക്കെ ഇത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് നല്ല കോർണർ ആയിട്ടുള്ള പോർഷൻസ്, അതായത് ഈ സൈഡിലത്തെ ഈ കോർണർ പോർഷൻസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ നമുക്ക് ആ ഒരു യൂണിറ്റ് ഇല്ലാതെയോ ഇങ്ങനെ നമുക്കിതുപോലെ തന്നെ കണ്ടോ ഈ പോർഷൻസൊക്കെ ഇങ്ങനെ വലിച്ച് നല്ല വൃത്തിയാക്കാൻ സാധിക്കും. അതായത് ഏതൊരു ചെറിയ പോർഷൻസിൽ വേണമെങ്കിലും നമുക്ക് ഇവനെ ഇറക്കി വിടാമെന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണെന്നും കൂടെ അറിയണ്ടേ? 4999 രൂപ, അതായത് 5000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പം നല്ല കിടിലൻ ഓഫർ പ്രൈസിൽ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വാങ്ങാൻ കിട്ടും. വാങ്ങാനുള്ള ലിങ്ക് കൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം. ധൈര്യമായിട്ട് വാങ്ങിച്ചോളും, സമയം കളയണ്ട. പണിയെല്ലാം കഴിഞ്ഞത് ഇവരെ ഈ ബാഗിലോട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് എവിടെ വേണമെങ്കിലും സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കേട്ടോ, ഇങ്ങനെ കിടുവല്ലേ?